നാട്ടിൽ ന്യൂ ഇയർ ചൂടൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വിയറ്റ്നാമിൽ ഇപ്പോഴാണ് ശരിക്കും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ ടെത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു വിയറ്റ്നാം ജനതയെ തന്നെയാണ്. ഈ ടെത്ത് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ അവർ എത്ര ദൂരത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും താമസിക്കുന്നതെങ്കിലും അവർ അവിടെ എത്തി അവരുടെ റിലേറ്റീവ്സിനൊക്കെ കാണുകയും അവർക്ക് നമ്മുടെ വിഷുവിനൊക്കെ നമ്മൾ കൈനീട്ടം കൊടുക്കില്ലേ, അതുപോലെ കൈനീട്ടം കൊടുക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് ഹോളിഡേ കൂടിയാണ് ഈ ഒരു ടെത്ത് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 days ഒക്കെ ഇവർക്ക് ഹോളിഡേ ആയിട്ട് കിട്ടും ഈ ഒരു സമയത്ത്. വിയറ്റ്നാമീസുകാർ ഈ ടെത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയോരങ്ങളിലും മൊത്തം ഇവർ ഇത്തരത്തിലുള്ള നാരങ്ങ ചെടികളും അതേപോലെ തന്നെ ചെറി ബ്ലോസം ഇങ്ങനെ ഒരുപാട് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഇവർ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കും. അത് അവരുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിൽ മൊത്തം ഇത്തരത്തിലുള്ള ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇവർ കൊണ്ടുവച്ചിട്ടുള്ള കുറച്ചു ചെടികളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ഭംഗിയാണ്. ഇതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇരുന്ന് കാണാൻ നല്ല രസമാണ്. ഇവരെല്ലാ വീടുകളിലും ഇത് വെക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വിയറ്റ്നാമീസുകാർ ഫോളോ ചെയ്യുന്നത് ലൂണാർ കലണ്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഫസ്റ്റ് ഡേ ആണ് ഇവർ ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെത്ത് ഹോളിഡേ അല്ലെങ്കിൽ ടെത്ത് സെലിബ്രേഷൻ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഡേ ആണ്. ഈ വർഷം ഇത് വരുന്നത് January 29th അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പരിസരത്ത് മുഴുവൻ ഭയങ്കര ആഘോഷമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. ഇതിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ ഇവർ ആദ്യം തന്നെ ചെയ്യുന്നത് വീടും പരിസരവും ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഇവിടെ ട്രഡീഷണൽ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത വീടുകളിൽ അപ്പുറത്തിപ്പുറത്തുമായിട്ട് അവർ അത് കൈമാറിക്കൊണ്ട് അവരുടെ ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് ചെയ്യാറ്. കൂടാതെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട്, അതായത് ചുവപ്പും മഞ്ഞയും കലർന്നിട്ടുള്ള കുറേ ഡ്രസ്സുകളാണ്. അതാണ് അവർ മെയിനായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ പ്രിഫർ ചെയ്യാറുള്ളത്. കൂടുതലും ഈ ഒരു ക്യാൻഡീസ് കൊണ്ടും ചോക്ലേറ്റ്സ് കൊണ്ടും നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും. പുതിയൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ പുതിയ പുതിയ സംസ്കാരങ്ങൾ കാണുക, ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയതും അത് തന്നെയാണ്. അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുക, അതിൻ്റെ ഭാഗമാവാൻ പറ്റുക, അത് ശരിക്കും ഭയങ്കര നൈസായിരുന്നു.